വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ശാലോമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ വളരെയധികം മീഡിയകളിൽ കൂടെയുള്ള വചനപ്രഘോഷണവും ശുശ്രൂഷകളും വളരെ അധികമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ഫിയാത്ത് മിഷൻ്റെ ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിം കാണുവാനിടയായതാണ് എന്നെ ഈ വചനം പറയുവാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഷോർട്ട് ഫിലിമിൽ നമ്മുടെ ഇപ്പോൾ അധികമായിക്കൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ഇതുപോലെ ഒരു മതപരിവർത്തനത്തിന് നിർബന്ധിതയായ ഒരു പെൺകുട്ടി തന്നെ മുമ്പ് വേദപാഠം പഠിപ്പിച്ച ഒരു അധ്യാപകനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത്, സാറേ, യേശു ദൈവമാണെന്ന് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ അതിന് കൂടുതൽ ചോദിക്കുന്ന ഇതാണ്, ദൈവം ഏകനായിരിക്കെ 3 വ്യക്തികൾ എങ്ങനെയാണ് ഏകദൈവമാകുന്നത്? അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ആ മാഷ് അവിടെ അത് ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ബൈബിളിലെ ഒരു വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊന്നും പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലാതെ വരുമ്പോഴാണ്. അപ്പോഴതിൽ തന്നെ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്നത് ഇതാണ്, സഭയിൽ ഇതിനൊക്കെ കൃത്യമായിട്ട് പ്രബോധനങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ടെന്ന് സാറ് പറഞ്ഞാലും ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാത്തതും അല്ലെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയില്ലാത്തതും എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ മുമ്പൊക്കെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്ന വളരെ ഒരു നിഷ്കളങ്കമായ രീതിയിൽ വിശ്വാസത്തെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ വിലയിരുത്തിയില്ലെങ്കിൽ പലപ്പോഴും ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളും തെറ്റായിട്ടുള്ള ചിന്തകളിലേക്കുമൊക്കെ നമ്മൾ വഴുതിപ്പോകാനും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഈ വചനത്തിലൂടെ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്, യേശു ദൈവമാണെന്ന് നമ്മുടെ ബൈബിളിൽ തന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ബൈബിളിനെ അടിസ്ഥാനമാക്കി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത്, എങ്ങനെ നമുക്ക് ദൈവത്തെ, ഒരു വ്യക്തിക്ക്, മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ദൈവത്തെ പ്രാപിക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടെത്തുവാൻ ഏത് രീതിയിൽ കഴിയും? അതിനെക്കുറിച്ച് നമ്മുടെ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് നമ്മളോട് പറയുന്നത് ഇതാണ്. അതായത് 3 വ്യത്യസ്ത മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. ഒന്നാമതായിട്ട്, ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയോടുകൂടി, അതായത് നമ്മളെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചത്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, നമ്മുടെ വേദോപദേശത്തിൽ നിന്ന്, സഭയിൽ നിന്ന് നമ്മൾ കേട്ടതെല്ലാം നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ഒരു സംശയവുമില്ലാതെ അതേപടി നമ്മൾ സ്വീകരിക്കുക. അപ്പം നമുക്കറിയാം, നമ്മുടെ പിൻതലമുറയിൽ ജീവിച്ചിരുന്ന അമ്മച്ചിമാരും മറ്റും എത്രയോ നല്ല വിശ്വാസ ജീവിതം നയിച്ചവർ, ഒരിക്കൽ പോലും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗഹനമായിട്ട് പഠിച്ചവരോ ആഴത്തിലത് മനസ്സിലാക്കിയവരോ ഒന്നുമല്ല. എന്നാൽ അവരുടെ വിശ്വാസം വളരെ ആഴത്തിലുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. അതൊന്നാമത്തെ ഒരു മാർഗമാണ്. ഇനി മറ്റൊരു മാർഗമാണ് വെളിപാടിലൂടെ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുക. അതായത്, ഒന്നുകിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചവർ, ദൈവത്തെ നേരിട്ട് ദർശിച്ചവർ, ദൈവത്തെ അനുഭവിച്ചവർ, ഹൃദയത്തിൽ സ്പർശനം അനുഭവിച്ചവർ, അങ്ങനെ വെളിപ്പെട്ട് കിട്ടുക. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പത്രോസ്ലീഹായിക്ക് കിട്ടുന്ന ആ ബോധ്യം, യേശു ആരാണെന്നുള്ള ആ ബോധ്യം. അപ്പോൾ ആ ഒരു ഉത്തരം, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നുള്ള ആ ഒരു ഉത്തരം ആണ് പത്രോസിനെ ആ സഭയുടെ തന്നെ തലപ്പത്തേക്ക് ഉയർത്താനുള്ള കാരണം. ഈശോ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല,
ഇതിൻ്റെ സ്വർഗസ്ഥനായ പിതാവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെളിപാടിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസം ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് കൈമോശം വന്നു പോവുകയില്ല. എന്നാൽ ഇത് രണ്ടുമല്ലാതെ ഇതൊരു ചുരുങ്ങിയ ഒരു ശതമാനം ആൾക്കാരിൽ പോലും ഈ രീതിയിലുള്ള വിശ്വാസം അല്ല ഇന്ന് കാണുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം, അറിവ്, അതുപോലെ ഈ വിവര സാങ്കേതിക വിദ്യയൊക്കെ വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള അറിവുകളുടെയും നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ യുക്തിഭദ്രമായിട്ടൊരു വിശ്വാസം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് സഭ പറയുന്നത് നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും അന്വേഷണത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് CCC 36 നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് നമ്മുടെ മാനുഷികമായിട്ടുള്ള ബുദ്ധിയെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയും പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിൻ്റെ ശക്തിയും മഹത്വവും നമ്മൾ ദർശിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ആ പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യം ഇതാണ്: ഈശോ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മനുഷ്യ അവതാര രഹസ്യം. ഈ മനുഷ്യാവതാരം, അതായത് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, ഈ ബൃഹത്തായ ഇത് മുഴുവൻ സൃഷ്ടിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി നമ്മൾ ഒരു മനുഷ്യനിൽ ഒതുങ്ങി ഒരു മനുഷ്യനിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെ സംഭവിച്ചു, അതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ അദ്ദേഹം പറയുന്നത് ഇതാണ്: എന്തുകൊണ്ട് മനുഷ്യാവതാരം ആവശ്യമായി വന്നു? അവിടെ അതായത് പാപത്തിന് പരിഹാരം ചെയ്യാൻ, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം, ദൈവത്തിന് നേരിട്ട് മനുഷ്യൻ്റെ പാപം ക്ഷമിച്ചുകൂടെ? അല്ലെങ്കിൽ മനുഷ്യൻ പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടാൻ ക്ഷമിച്ചു കൊടുക്കാൻ ദൈവത്തിന് സാധിക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാപം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു തിന്മയുടെ വ്യാപ്തി അല്ലെങ്കിൽ ആഴം ആരുടെ എഗെയിൻസ്റ്റായിട്ട്, ആർക്ക് എതിരെ നമ്മൾ തിന്മ ചെയ്യുന്നു അല്ലെങ്കിൽ പാപം ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ നമ്മുടെ അയൽപക്കത്തുള്ള ഒരാളെ എന്തെങ്കിലും സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന് വഴക്കുണ്ടായി അടിച്ചു എന്നുള്ള അങ്ങനെ ഒരു പാപം നമ്മളിലുണ്ടെങ്കിൽ അതൊരു തീർച്ചയായിട്ടൊരു പാപമാണ്. എന്നാൽ ഇതേ പ്രശ്നം തന്നെ നമ്മൾ ഒരു വഴക്കുണ്ടാക്കുകയോ അടിക്കുകയോ ചെയ്യുന്നത് നമ്മൾ വളരെ ബഹുമാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു MLA യോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഗൗരവം വളരെ വലുതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെൻറ്റും അതിനനുസരിച്ച് വലുതായിരിക്കും. അതിന് ചിലപ്പോൾ നമുക്ക് തീരെ ഒരു തരത്തിൽ നമുക്ക് ഇളച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വളരെ ലൈഫ് ടൈം ആയിട്ടുള്ള ശിക്ഷകൾ വരെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. ഇതേപോലെ നമ്മുടെ പാപവും നമ്മൾ എപ്പോഴും വ്യക്തിക്കെതിരായിട്ട് ചെയ്യുന്ന പാപം പോലും ദൈവകൽപ്പനകൾക്കെതിരായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ പറഞ്ഞത് അല്ലെങ്കിൽ 10 കൽപ്പനകൾ നൽകിയ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെക്കാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനേക്കാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹൽ വ്യക്തിയെക്കാളിലും എത്രയോ ഉന്നതനായിട്ടുള്ള അല്ലെങ്കിൽ നിത്യം ജീവിക്കുന്ന സർവശക്തനായ സർവ്വത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് എതിരെ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ പാപത്തിൻ്റെ കടം അത്രയും വലുതാണ്. ആ പാപത്തിൻ്റെ കടം നമ്മുടെ മനുഷ്യൻ്റെ പരിധിയിൽ ഈ ചുരുങ്ങിയ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന പരിമിതനായ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ കടം ഒരിക്കലും നമുക്ക് വീട്ടാൻ പറ്റില്ല. കാരണം ആ കടം അപരിമിതമാണ്, നിത്യം നിലനിൽക്കുന്ന ഒരു കടമായിട്ട് അത് മാറുന്നത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു പാപത്തിന് പരിഹാരം ചെയ്യണമെങ്കിൽ നിത്യമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ നിത്യനായിട്ടുള്ള ഒരു വ്യക്തി അതിന് പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായിട്ട് കടം വീട്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണയുണ്ട്. ആ കരുണ കൊണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കാൻ സാധിക്കും. എന്നാൽ കരുണയ്ക്കപ്പുറം നീതി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, നീതിവത്താണെങ്കിൽ നമ്മൾ ചെയ്ത കടം പരിപൂർണമായിട്ട് പരിഹാരം ചെയ്യപ്പെടുമ്പോഴേ അതിന് നീതിയും കൂടെ ആണെന്നുള്ളൂ. കരുണയും നീതിയും ഒന്നിച്ച് വരണമെങ്കിൽ ഇത് രണ്ടും അവിടെ നടക്കണം.
ഇതാണ് ഈശോയുടെ ഏകബലിയുടെ ആ സത്യം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഹെബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ഏകബലി എന്നേക്കുമായി ഏകബലിയിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും അവിടെ ക്ഷമിക്കപ്പെടുന്നു കാണുന്നുണ്ട്. അതേസമയം ഈ ലോകത്തിൽ മനുഷ്യനായിട്ടുള്ള എത്രയോ വ്യക്തികൾ നമ്മൾ നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആരും നിത്യതയിൽ നിൽക്കുന്ന ഒരു പരിഹാരമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അതേസമയം യേശുവിൻ്റെ ഏകബലി നിത്യതയിൽ ഇന്ന് 2000 വർഷമായിട്ടും ആ ബലിയുടെ യോഗ്യതയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിതരാകുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യമാണ്, അതായത് നിത്യനായ ദൈവത്തിനെതിരെയുള്ള പാപം പരിമിതനായ മനുഷ്യന് അതിൻ്റെ കടം വീട്ടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ആണ് മനുഷ്യ അവസ്ഥ സ്വീകരിച്ച് അല്ലെങ്കിൽ മനുഷ്യ അവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഈ മനുഷ്യ അവതാരം അതെങ്ങനെ സാധ്യമായെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനൊരു ഉദാഹരണത്തിലൂടെ വീണ്ടും ഞാൻ പറയാം. അതായത് ഒരു പെൻസില് നമ്മുടെ ഈ മേശപ്പുറത്തിരിക്കുകയാണെങ്കിൽ ആ പെൻസിലിനൊരു സ്വഭാവമുണ്ട്, അതായത് എഴുതുക എന്നുള്ളൊരു സ്വഭാവം. അത് അതേപടി ഇരിക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ സ്വഭാവം പുറത്തു വരുന്നില്ല. അതേസമയം നമ്മുടെ കരം ആ പെൻസിൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കരത്തിലൂടെ അത് ചലിക്കുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം അവിടെ പ്രകടമാകുന്നത്. അപ്പോൾ അതേസമയം നമ്മുടെ കരവും അതിൽ തന്നെ ഈ കരം അതേപടി നമ്മൾ മാറ്റിവെച്ചാൽ അതുപോലും പ്രവർത്തനനിരതമല്ല. അപ്പോൾ കരം പ്രവർത്തിക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിശക്തിയും ചിന്തയുടെ ഒരു കേന്ദ്രവും ഉണ്ടാണ്, അതായത് നമ്മുടെ വ്യക്തിത്വം. അപ്പോൾ അതായത് ചുരുക്കത്തിൽ നമ്മളാകുന്ന ആ വ്യക്തിയുടെ ഒരു സ്വഭാവം, അതായത് നമ്മുടെ കൈ എന്ന് പറയുന്ന നമ്മുടെ ആ സ്വഭാവം ഈ പെൻസിലിൻ്റെ ആ സ്വഭാവമായിട്ട് ചേരുമ്പോൾ, പെൻസിലിൻ്റെ ആ സ്വഭാവത്തെ എടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന നമ്മൾ കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിലൂടെ ഈ പെൻസിൽ എഴുതുന്നു, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ എഴുതിയ ഒരു പുസ്തകം ഒരു വ്യക്തി എഴുതുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഈ പുസ്തകം ഈ പെൻസിലാണ് എഴുതിയത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരമാണ് എഴുതിയതെന്ന് നമ്മൾ പറയില്ല, ആ വ്യക്തിയാണ് എഴുതിയതെന്ന് നമ്മൾ പറയും. അപ്പോൾ ചുരുക്കത്തിൽ ഈശോ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ആ ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ 2 മുഖങ്ങളാണ്, 2 നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയാണ്, തൻ്റെ ദൈവിക നേച്ചർ, ദൈവിക പ്രകൃതിയും തൻ്റെ മാനുഷിക പ്രകൃതിയും. അപ്പോൾ ഈശോ തൻ്റെ ആ ദൈവിക പ്രകൃതിയായിരുന്ന കരം താഴേക്ക് വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ മാനുഷിക പ്രകൃതി സ്വീകരിക്കുന്നതാണ്. ആ മാനുഷിക പ്രകൃതി തൻ്റെ കയ്യിലെടുത്ത് പിന്നീട് ആ മാനുഷിക പ്രകൃതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ ഈ ദൈവിക പ്രകൃതിയിലൂടെ തൻ്റെ ആ ദൈവിക സ്വഭാവത്തിൽ നിന്ന് ദൈവിക വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന ബുദ്ധിയിൽ നിന്നും ചിന്തയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തൻ്റെ കരങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവിക പ്രകൃതിയിലൂടെ നടക്കുന്നു. ഇതാണ് വചനങ്ങളിലൂടെ യേശു സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സത്യം. നമ്മളിനി ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈശോ ദൈവമാണെന്ന് വളരെ പ്രകടമായിട്ട് സ്പഷ്ടമായിട്ട് ഈശോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നില്ലെങ്കിൽ കൂടി ഒന്ന് തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെയും അതുപോലെ തൻ്റെ വാക്കുകളെക്കുറിച്ച് തൻ്റെ സംസാരത്തെക്കുറിച്ച് താൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നതിലൂടെ തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അതേപോലെ ഈശോയുടെ തന്നിലുള്ള ജീവനെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലൂടെയെല്ലാം കൃത്യമായിട്ടും നമ്മുടെ ബുദ്ധിശക്തിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായിട്ട് ഈശോ താൻ ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഏകദേശം ഈ വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമതായിട്ട് ഈശോ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയ വചനങ്ങൾ. നമ്മൾ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ വചനങ്ങളെല്ലാം തന്നെ ഏകദേശം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവൻ്റെ സുവിശേഷം എന്നുകൂടി നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ വ്യക്തിത്വം ഏറ്റവും അധികം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിലാണ്. അപ്പോൾ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന വചനങ്ങളിൽ ഒന്നാമതായിട്ട് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുക, അവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അതായത് ദൈവം തന്നെയായ ഏകജാതനാണ് പിതാവിനെ, ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പിതാവിനെ വെളിപ്പെടുത്തിയത്. വളരെ സ്പഷ്ടമാണ് വചനം. അതുപോലെ അതേ 1-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ ആ 1:14
വചനം മാംസമായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവം തന്നെയായ വചനമാണ് മാംസമായി തീരുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഈശോ യഹൂദരോട് പറയുന്നതാണ്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ ഞാൻ തന്നെ എന്നുള്ള ഉപയോഗം നമ്മൾ പഴയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇല്ലേ, ഈ മുൾപ്പടർപ്പിൽ കത്തിയെരിയുന്ന മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ പേര് ആവശ്യപ്പെടുന്ന മോശയോട് ദൈവം വെളിപ്പെടുത്തുന്ന പേരാണ് ഞാൻ തന്നെ, ഐ ആം ഹൂ ഐ ആം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശോ പറയുന്നത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വീണ്ടും യോഹന്നാൻ 14:9-10 തിരുവചനങ്ങളിൽ ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഈ പീഡാരഹസ്യങ്ങൾക്ക് മുമ്പായിട്ട് അവസാനമായിട്ട് ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, അത് മതി എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നതാണ് 14:9-10 വചനങ്ങളിൽ, ഫിലിപ്പോസെ, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാൻ പിതാവിലും എൻ്റെ പിതാവ് എന്നിലുമാണെന്ന് നീ അറിയുന്നില്ല എന്നാണ് ഈശോ ചോദിക്കുന്നത്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതുപോലെ 10-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, ഞാനും പിതാവും ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മളിപ്പം ദൈവമാണെന്ന് പറയുന്നില്ലെങ്കിൽ കൂടി പിതാവുമായിട്ട് ഒന്നാണ്. അതായത് ദൈവം തന്നെയാണ്, സത്തയിൽ പിതാവ് തന്നെയാണെന്നാണ് ഈശോ അവിടെ പറയുന്നത്. അതുപോലെ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 22-ലും മത്തായിയുടെ 11:27-ലും എല്ലാം ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ്, പുത്രനെ പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. അതുപോലെ പിതാവിനെ പുത്രനെ ആർക്ക് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നു അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അതായത് ഈ ലോകത്ത് മനുഷ്യരായിട്ട് ഈ ലോകത്തുള്ളവരിൽ ഒരു വ്യക്തിക്കും പിതാവിനെ പൂർണ്ണമായിട്ട് അറിയുന്നില്ല. മനുഷ്യപുത്രനായ ക്രിസ്തു അല്ലാതെ. അതായത് പിതാവുമായിട്ട് ഏക സത്തയാണെന്ന് വീണ്ടും അവിടെ സ്ഥാപിക്കുകയാണ്. അതുപോലെ ലൂക്കാ 22:70 തൻ്റെ വിചാരണയുടെ നടുവിൽ അല്ലേ പ്രധാന പുരോഹിതൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ദൈവപുത്രനാണോ എന്ന് പറയുക. അപ്പോൾ ഈശോ പറയുന്നത് അതിനെ എതിർത്ത് പറയുന്നില്ല, നീ തന്നെ പറഞ്ഞുവല്ലോ എന്നാണ് അവിടുത്തെ വചനം പറയുന്നത്. നീ തന്നെ പറയുന്നുവല്ലോ. ചുരുക്കത്തിൽ അത് ശരിയാണ് എന്നവിടെ ഈശോ പറയുകയാണ്, ഞാൻ ദൈവപുത്രൻ തന്നെയാണെന്നാണ് ഈശോ പറയുന്നത്. ഇനി യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെക്കുറിച്ച് അദ്ദേഹം തിരുവചനത്തിൽ പറയുന്ന ഭാഗങ്ങൾ, യേശു സംസാരിച്ച വാക്കുകൾ, അത് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ, എന്നെ അയച്ചവൻ സത്യവാനാണ്, അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. അതേപോലെ തന്നെ 28-ാമത്തെ തിരുവചനം 8:28, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയാണെന്നും ഞാൻ സ്വമേധയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അതായത് സ്വമേധയെ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, എന്നാൽ എന്നോട് കൂടെയുള്ള എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നതെന്നാണ് ഈശോ അവിടെ പറയുന്നത്. ഇനി 14-ാം അധ്യായം യോഹന്നാൻ 14:10, ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. 14:24, നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു ഈ ലോകത്തിൽ സംസാരിച്ച എല്ലാ വചനങ്ങളും താൻ പിതാവിന് നിന്ന് ശ്രവിച്ച, അല്ലെങ്കിൽ പിതാവ് പറയുന്നത് എന്താണോ അതേ വചനങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഞാൻ സ്വമേധ ഒരു കാര്യം പോലും സംസാരിക്കുന്നില്ല എന്ന് യേശു വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി യേശു ഈ ലോകത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളുടെ, തൻ്റെ പ്രവർത്തികളെക്കുറിച്ച് യേശു തന്നെയും അതുപോലെ സുവിശേഷകരും പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇതെല്ലാം ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുമൂലം യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ അറിയുന്നതിനും അവൻ മുഖേന നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
ഈശോ തന്നെ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 37-38 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം ഈശോ ഈ ലോകത്തിൽ മറ്റാരും ചെയ്യാത്ത, ഒരു മനുഷ്യനും ലോകത്തിൽ ചെയ്യാത്ത അനേകം പ്രവൃത്തികൾ തൻ്റെ ഈ പരസ്യ ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ട്. വ്യക്തമായിട്ട് മനുഷ്യരെ ഉയർപ്പിച്ചു. ലാസറിനെ ഉയർപ്പിച്ചു, ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു, നയനിലെ വിധവയുടെ മകളെ ഉയർപ്പിച്ചു, അല്ലേ? പ്രക്ഷുബ്ധമായിരുന്ന കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചു, കടലിനെ ശാന്തമാക്കി, കടലിന് മീതെ നടന്നു, അല്ലേ? ബധിരന്മാരെ സുഖപ്പെടുത്തി, അന്ധന്മാർക്ക് കാഴ്ച നൽകി. ഇതെല്ലാം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി പോലും ആ കാലഘട്ടം വരെ ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം ഞാൻ സ്വമേധയാ ചെയ്യുന്നതല്ല, എന്നാൽ എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയാണെന്നാണ് ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങൾ, അതുപോലെ ഈശോ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് തൻ്റെ ജീവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 11:25 നമുക്കറിയാം. ഈശോ മാർത്തായോട് പറയുകയാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വരെ ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടുണ്ടോ എന്നിൽ ജീവനുണ്ട്? നമ്മുടെ ജീവനെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ പറയും, എന്നാൽ ഞാൻ ജീവനാണ് എന്ന് ഒരു മനുഷ്യവ്യക്തി ഇതുവരെ പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഞാൻ ജീവനാണ്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അതുപോലെ യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ, പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തനിക്ക് ഇഷ്ടമുള്ളവർക്ക് ജീവൻ നൽകാനുള്ള അധികാരവും ആരിൽ? പുത്രനിൽ നിക്ഷിപ്തമാണ്. ഇതെല്ലാം ഈശോ തന്നെ നേരിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പം ഒരു വ്യക്തിക്ക് നമ്മൾ ശാസ്ത്രത്തിനോ ഈ ലോകത്തിലെ ഏതെങ്കിലും ചരിത്രത്തിലോ ഒരു മരിച്ച വ്യക്തിക്ക് ജീവൻ നൽകാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനെക്കുറിച്ചുള്ള ഭാഗത്ത് ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. വീണ്ടും 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അത് ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയം സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടെ പറയുന്നത് ഇതാണ്, ജീവൻ, എൻ്റെ ഈ ജീവൻ, അതായത് എന്നെ വിധിച്ചു, കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു, പീഡാസഹനം, പീഡകൾ സഹിച്ചു, കുരിശിൽ മരിച്ചു. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മറ്റാരുടെയെങ്കിലും തീരുമാനത്തിലല്ല സംഭവിച്ചത്. അതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ പിതാവ് എന്നെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഞാൻ സ്വമേധയാ എൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ജീവൻ ബലിയായി നൽകുന്നതുകൊണ്ടാണ്. ആ ജീവൻ ബലിയായി നൽകുന്നത് മാത്രമല്ല, അത് നൽകാനും തിരിച്ചെടുക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്നാണ് ഈ വചനത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിനല്ലാതെ ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ആർക്കെങ്കിലും അത് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഈ വചനത്തിലെല്ലാം ഈശോ വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ്, താൻ കൃത്യമായിട്ടും ദൈവപുത്രനാണെന്നും ദൈവം തന്നെയാണെന്നും ജീവൻ്റെ താക്കോൽ, അതായത് ജീവൻ എന്നിൽ തന്നെയാണെന്നും ഈശോ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ വചനങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും ഇൻഫർമേഷൻ യുഗമാണ്. വിവരസാങ്കേതിക വിദ്യകൾ, നോളജ്, അതായത് അറിവിൻ്റെ അതിപ്രസരം, മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ച കൂടുതൽ വലിയ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം ഉപരിയായിട്ട് ഏത് വ്യക്തിക്കും തൻ്റെ ചിന്തകളും ബോധ്യങ്ങളും അതിൻ്റെ ഇഷ്ടമനുസരിച്ച് ഭൂമിയുടെ ഏത് ഒരു കോണറിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ പലവിധ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ, തെറ്റായിട്ടുള്ള ചിന്തകൾ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ
കൃത്യമായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിലും വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ കേട്ട വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ശങ്കയ്ക്കും ഇടമില്ലാത്ത വിധം നമ്മൾ നിഷ്കളങ്കതയോടുകൂടി വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. സെയിൻറ്റ് തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്നാണ് അദ്ദേഹം സ്പർശിച്ചതിന്. അതായത് വളരെ കൃത്യമായിട്ട് തൻ്റെ ബുദ്ധിയിലും തൻ്റെ യുക്തിയിലും സ്പർശിച്ച് ഗ്രഹിച്ച ഒരു സത്യമാണ് അവിടെ വിളംബരം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മക്കളായ വിശുദ്ധ തോമാസ് ലീഹയുടെ മക്കളായ നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിൽ വചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് യേശു ദൈവമാണെന്നുള്ള സത്യം മനസ്സിൽ ഗ്രഹിക്കുവാനും അത് അനേകർക്ക് പങ്കുവെച്ച് കൊടുക്കുവാനും നമ്മളോട് ചോദിക്കുന്നവർക്കും അല്ലാത്തവർക്കും അത് പങ്കുവെച്ച് കൊടുക്കാനുമുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com